ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ ഗിസ അറ്റ്ലാന്റിസ് പ്ലാറ്റോ എന്ന പെർഫ്യൂം പരിചയപ്പെടുത്താം. ഇത് ഗിസൻ്റെ സിഗ്നേച്ചർ കളക്ഷൻസിൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. ഇതതിൻ്റെ ചെറുതാണ്, 50 ml ആണ്. ഇത് വലുതും വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഇത് എന്ത് തരം സെൻറ്റാണെന്നുള്ളത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാവുന്ന കൈൻഡ് ഓഫ് പെർഫ്യൂം തന്നെയാണ്. സോ അതുകൊണ്ട് ചെറുത് നല്ല ഒരു കളറൊക്കെ ബോട്ടിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഗിസൻ്റെ എല്ലാ പെർഫ്യൂംസും ഒരുപോലെ തന്നെയാണ്. ഇതിന് മാഗ്നറ്റിക് ക്യാപ്പ് ഒന്നുമില്ല. 200 ml ആണ് ആ മാഗ്നറ്റിക് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ലോഗോ കാര്യങ്ങൾ അങ്ങനത്തെ ഇവിടെ അത്ര വലിയ ഡീറ്റെയിൽസ് ഇല്ല. അതും നമ്മൾ പിന്നെ വലുതിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഞാൻ പറയാം. ആറ്റമൈസർ നോക്കാം. ഓക്കെ, ഇത് ഈ പെർഫ്യൂം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അധികം ഫ്രാഗ്രൻസ് ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. ഇതൊരു മൈൽഡർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ പെർഫ്യൂമിനുള്ളത്. സാധാരണ മിഡിൽ ഈസ്റ്റ് പെർഫ്യൂംസിൽ കാണുന്ന ലൗഡർ ആയിട്ടുള്ള ഒരു സെൻ്റ് അല്ല ഇത്. നമ്മുടെ പ്രാഡ ലോമിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ഐറിസ് ടച്ചിലൂടെ പോകുന്ന ഒരു പെർഫ്യൂമാണ്. സോ അതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക ഒന്ന്, ഇതൊരു ഐറിസ് ആണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഐറിസ് നോട്ട്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു വുഡി നോട്ട്സ് ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ഒരു വുഡി ഐറിസ് പെർഫ്യൂം ആയിട്ടാണ് നമുക്ക് തുടക്കത്തിൽ തോന്നുന്നത്. ചെറിയതായിട്ടൊരു മസ്കി ഫീൽ പോലെയും തോന്നും. പിന്നീട് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ ആ ഒരു വുഡി ഒന്നും കൂടി വിസിബിളായി വരുന്നുണ്ട്. ഒരു സാൻഡൽ വുഡ് കൈൻഡ് ഓഫ് തിങ് ഒക്കെ നമുക്ക് തോന്നും. അതിൽക്കൊരു ഒരു ഒരു ആംബർ അല്ലെങ്കിൽ ഒരു സ്മോക്കി സാൻഡൽ വുഡിലേക്ക് ഒരു ഐറിസ് വന്ന പോലത്തെ ഒരു സെൻറ്റ്. അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. നമ്മുടെ സാൻഡാൽ 33 പെർഫ്യൂമിൻ്റെ ഒക്കെ എവിടേക്കോ വിദൂരതയിലൂടെയൊക്കെ പോകുന്ന പോലെ ഫീൽ ചെയ്യും. ആ ഒരു മസ്കി സാൻഡൽ വുഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്നതുകൊണ്ട്. സോ അങ്ങനത്തെ ഒരു പെർഫ്യൂം ചിലർക്ക് ഈ മസ്കിരിച്ചാലേക്ക് അപ്ലൈ ചെയ്താൽ ചില ആൾക്കാർ പറയും ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് സ്മെല്ലില്ല, പിന്നെ എനിക്ക് കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു നേച്ചറാണ് ഇതിനുള്ളത്. ആ ഒരു ക്ലീൻ നേച്ചർ ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഒതുങ്ങി നിൽക്കുന്ന ഫ്രാഗ്രൻസ്. സോ അതിൻ്റെ പെർഫോമൻസും അങ്ങനെ തന്നെയാണ്. പെർഫോമൻസ് ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്കിത് വലിയ ലൗഡർ ആയിട്ടുള്ളൊരു സെൻറ്റായിട്ട് തോന്നിയിട്ടില്ല. ഇതൊരു 1.5 to 2 hours ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷനും അവിടെ നിന്ന് ഒരു 5 to 6 hours ലെവലിലുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ലോഞ്ചിബിലിറ്റി, പിന്നെ ഒരു സ്കിൻ സെൻറ്റായിട്ട് അതിൽ കൂടുതൽ സമയം നിൽക്കുന്നുണ്ട്. അത് ആ ലാസ്റ്റിലുള്ള ആ ഒരു വുഡി ഇൻസെൻസ് കൈൻഡ് ഓഫ് തിങ് ആണ് പിന്നീട് നിൽക്കുന്നത്. ഇതൊരു ഓഫീസ് യൂസിനൊക്കെ ആണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ. അല്ലാതെ പുറത്തോട്ടൊക്കെ പോയാൽ നിൽക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു ക്ലീൻ ആയിട്ടുള്ള ആ ഒരു പിന്നെ ഐറിസ് സെൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അല്ലാതെ ഭയങ്കര ലൗഡർ ഒരു അപ്ലൈ ചെയ്താൽ എല്ലാവരും ശ്രദ്ധിക്കും, അങ്ങനെയുള്ള ഒരു പർപ്പസിന് ഇത് സ്യൂട്ടബിൾ അല്ല. അത് മനസ്സിൽ കരുതിക്കൊണ്ട് വാങ്ങിക്കുക. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.